വരുന്ന മെയ് 5-ാം തീയതി വരുമ്പോൾ 5 വർഷം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേദന സഹിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാനെല്ലാം പൊതിച്ച് വെച്ചിട്ട് മോനോട് പറയും. മോൻ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ എല്ലാത്തിനും എൻ്റെ മോനെൻ്റെ കൂടെ ഉണ്ട്. ഡോക്ടർമാരെ കാണിക്കുകയും വേദന വരപ്പോൾ കൂടെ ഇഞ്ചക്ഷൻ എടുക്കുകയും എന്നാലും ഞാൻ ഒതുക്കുമായിരുന്നു വേദനയൊക്കെ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാനിന്ന് മാധ്യമങ്ങളൊരു വാർത്ത വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉഷ എന്ന് പേരുള്ള ഒരു തൊഴിലുറപ്പിന് പോകുന്നൊരു സാധാരണ ഒരു വീട്ടമ്മ. ഇവർ 5 വർഷം മുൻപ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കത്രിക വയറ്റിൽ വെച്ച് മറന്നത്രേ. അങ്ങനെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ട് ഈ 5 വർഷം ഈ പാവം ഉഷ എന്ന് പറയുന്ന വീട്ടമ്മ ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അനാസ്ഥ മൂലം ആ കത്രിക വയറ്റിലായിരുന്നു എന്നുള്ളത്. 2021 മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ എന്നെ വിട്ടു. വീട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞ് ഇത്ര ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് പഴുപ്പും ചോരയൊക്കെ വന്നു. വേദന ഉണ്ടെങ്കിലും ഞാൻ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുക്കും, മരുന്നും ഗുളികയൊക്കെ കഴിക്കും. അങ്ങനെ ഒരുപാട് ആശുപത്രി ഞാൻ കയറി ഇറങ്ങി. ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ 1 വർഷത്തിനു മുന്നേ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ അടുക്ക കൊണ്ടുവന്ന് റിസൾട്ട് കൊണ്ടുവന്നപ്പം പറഞ്ഞു ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് വയറ്റിലൊരു കത്രിക കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് എക്സ്റേ എടുക്കുന്ന മുറിയിൽ നിന്ന് ഞാനിങ്ങനെ നടന്നു വന്നു. അപ്പം മോൻ അങ്ങോട്ട് വന്നു. അപ്പം ചോദിച്ച് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ മോനെ എക്സ്റേക്കകത്ത് കത്രിക കാണിക്കുന്നു. അങ്ങനെ മോനെ വിളിച്ചുകൊണ്ട് പോയി അവർ കത്രിക കാണിച്ച്. 5 വർഷം വരുന്ന മെയ് 5-ാം തീയതി വരുമ്പോൾ 5 വർഷം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേദന സഹിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാനെല്ലാം പൊതിച്ച് വെച്ചിട്ട് മോനോട് പറയും. മോൻ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ എല്ലാത്തിനും എൻ്റെ മോനെൻ്റെ കൂടെ ഉണ്ട്. ഡോക്ടർമാരെ കാണിക്കുകയും വേദന വരപ്പോൾ കൂടെ ഇഞ്ചക്ഷൻ എടുക്കുകയും എന്നാലും ഞാൻ ഒതുക്കുമായിരുന്നു വേദനയൊക്കെ. നമ്മൾ എന്ത് ഉറപ്പിലാണ് നമ്മൾ ഇത്തരം ആശുപത്രിയിലേക്ക് പോവുക? ഒരു സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലുകളാണല്ലോ സർക്കാർ ഹോസ്പിറ്റലുകൾ. ഇപ്പോൾ നമ്പർ 1 കേരളമാണ്. ആരോഗ്യരംഗം ഭയങ്കര അങ്ങനെയാണ്. അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ നിന്ന് ചികിത്സിക്കാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതി ഇങ്ങനെയല്ല. ആ അമ്മയുടെ വാക്കുകൾക്ക് മുൻപിൽ ഉത്തരം കിട്ടാൻ നിൽക്കുക. KC വേണുഗോപാൽ എന്നൊരു MP ആണ് ഇവരെപ്പോൾ ഹോസ്പിറ്റലിലേക്ക്, ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചത്. മൂപ്പരുടെ ചെലവും വഹിക്കുന്നത്. ഇവരൊക്കെ എന്തിനാണ് ഈ സർക്കാർ ശമ്പളത്തിൽ ഈ ഡോക്ടർമാരാവണം? ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 94-95 എൻ്റെ SSLC കഴിയുന്നത്. അന്നത്തെ സ്കൂളിലെ ഈ ടേബിളോ എന്താണോ ഒരു കളിയാക്കിയിട്ട് കാണിക്കലുണ്ട്. ഓപ്പറേഷൻ ചെയ്തിട്ട് കത്രിക മറന്നു വെച്ചത് എനിക്കിപ്പോൾ അന്ന് ഓർമ്മയുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പെങ്ങാനും നടന്നിട്ടായിരിക്കാം അന്ന് അങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക. സെയിം സംഭവം ഇവിടെയും നടക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ ഇത് സർക്കാർ വിരുദ്ധമായിട്ട് പറയണതൊന്നുമല്ല. ഇത് നമ്മുടെ ഡോക്ടർമാർ കാണിക്കുന്ന ഈ അനാസ്ഥ ബാധിക്കുന്നത് ആരെയാണ്? സാധാരണക്കാരെ. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേൾക്ക്. ഒരു കൈയൊടിഞ്ഞിട്ട് ടർഫിൽ കളിക്കാൻ പോയ ഒരു കുട്ടിയുടെ കൈയൊടിഞ്ഞിട്ട് ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഇതിൻ്റെ ബാൻഡേജ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പിന്നെ കൈ വളഞ്ഞിക്കണേ. എടോ, കൈയൊടിഞ്ഞൊരു കുട്ടിയുടെ കൈ നേരാക്കുന്നതിന് പകരം കുട്ടിയുടെ കയ്യേ വളഞ്ഞു പോയ സംഭവം. ഇതും നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലാണ്. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കണ്ടോക്ക്. വലിയ ഫുട്ബോൾ പ്ലെയർ ആകണമെന്നായിരുന്നു പത്തനംതിട്ട കോന്നി എലിയറക്കൽ സ്വദേശി 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആഗ്രഹം. ടർഫിൽ പരിശീലനത്തിനിടെ വിദ്യാർത്ഥി ഒന്ന് വീണു. വലത് കൈയിലെ എല്ലിൽ 2 പൊട്ടൽ സംഭവിച്ചു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്തു. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ അഴിച്ചപ്പോഴാണ് കൈക്ക് വളവ് സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ചികിത്സാ പിഴവ് ആരോപിച്ച് പിതാവ് കോന്നി DYSPക്ക് പരാതി നൽകി. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ റീഓപ്പൺ ചെയ്യുന്ന കാര്യമേ പറഞ്ഞുള്ളൂ. റീഓപ്പൺ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് വന്ന് നീ തൽക്കാലം ഒന്നും വേണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. വന്നു. അങ്ങനെ നമ്മൾ DYSPക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അവിടുന്ന് പോലീസുകാർ ചെന്നപ്പോൾ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ സർജറി ചെയ്യുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് 2ാമത് സർജറി ചെയ്താൽ നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കൈ എന്തുവാ, ഇവർക്ക് പഠിക്കാനുള്ള സംഭവം അല്ലല്ലോ.
കയ്യിലെ വളവ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താം എന്നാണ് അറിയിച്ചതെന്നും പിതാവ് പറഞ്ഞു. കൈയുടെ നെട്ടെല്ലാം ഊരി കിടക്കുവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഓർത്തോയെ വന്ന് കണ്ടിട്ട് ഓർത്തോ എന്തോ പറയുന്നത് നോക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഓർത്തോയെ കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഇനിയും വീണ്ടും ഒരു സർജറി ചെയ്തേ പറ്റൂ. അതായത് കെ വയറിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അതിട്ടായിരുന്നു, ഇത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ അത് പ്ലേറ്റ് നൂരത്തില്ല, അപ്പോൾ ഇനി ഗ്രാഫ്റ്റ് ചെയ്തേ പറ്റൂ. 14-കാരനെ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രക്ഷിതാക്കൾ പ്രവേശിപ്പിച്ചു. അവൻ 2-2.5-3 മാസം കൊണ്ട് വേദന സഹിക്കുക. അങ്ങനെ നമ്മൾ ബിലിവേഴ്സിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് മിനിഞ്ഞാന്ന് കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞു, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞ് ICUവിൽ നിന്ന് ഇന്നലെ ഉച്ചയായപ്പോൾ ഇറക്കി. ഇപ്പോൾ കുഴപ്പമില്ലായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ ആ ഡോക്ടറിൻ്റെ അനാസ്ഥാന്നേ നമ്മൾ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ നമ്മളോട് ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യമൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ചെന്നപ്പോൾ അവരോട് പറയുന്നത് നമ്മളും ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത്, പക്ഷേ ഞങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. പരാതി അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് നിയോഗിച്ചു. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും തുടർ ചികിത്സ കുട്ടിക്ക് നൽകാമെന്ന് രക്ഷിതാക്കളെ അറിയിച്ചിരുന്നതായും കോന്നി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. അപ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലുകളിലെ ഈ അനാസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ആരായി? സർക്കാർ വിരുദ്ധത കൊണ്ടല്ല. ഇതെന്താ വെച്ചാലേ, ഒന്നുകിൽ ഇവരൊക്കെ വല്ല കഞ്ചാവ് അടിച്ച ഡോക്ടർമാരായതാവും, അല്ലെങ്കിൽ ഇവർക്കൊരു ഉത്തരവാദിത്തം. നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോയിട്ട് വല്ല ഗൾഫിലോ അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസോ നടത്തൂ. നിങ്ങൾ പൊതു ഖജനാവിൽ ജനങ്ങളുടെ പണമാണ് നിങ്ങളുടെ സാലറി. ആ സാലറിയിൽ നിങ്ങൾ ഗൗരവമായിട്ട് ജോലി ചെയ്യും. ഈ പാവം ഉഷ എന്ന് പറയുന്ന ഈ അമ്മനെപ്പോൾ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ്. ഇത് എടുക്കണമല്ലോ. ഇപ്പോൾ ഇത് വയറ്റിൽ കത്രിക വെച്ച് നടക്കാനത് ഷെൽഫൊന്നും അല്ലല്ലോ. പാലക്കാട് ഭാഗത്തൊരു കുട്ടിക്കെന്തോ കണ്ണുപോയി, കാലുപോയി. ഇങ്ങനെ ഹോസ്പിറ്റലിലെ അനാസ്ഥ കാരണം മനുഷ്യന്മാരുടെ അവയവങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്, നല്ല ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാൽ ഇവരുടെ അനാസ്ഥയോ വളരെ വലുതാണ്. ഇത് ചൂണ്ടിക്കാണിക്കണത് സ്വകാര്യ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യാനാണ്, നിങ്ങൾ അതിൻ്റെ ആളല്ല ഇതിൻ്റെ ആളല്ല എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ട. സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും. പക്ഷേ ഇത് നമ്മുടെ പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന ഈ സംവിധാനങ്ങൾ നേരെയാക്കിയാൽ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആരൊക്കെയാണ്? നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്കാണ്. അവർക്കൊരു വലിയ തുക കൊടുത്തിട്ട് വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അവർക്ക് ആശ്രയം ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജാണ്. ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുമ്പും ഇങ്ങനെ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊരു അനാസ്ഥ. ഒരു തവണ എൻ്റെ ഒരു ചുമയുടെ ഭാഗമായിട്ട് മാത്രമാണ് സർക്കാർ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചത്. അതിന് രണ്ടാമത് എൻ്റെ ചുമയുടെ എനിക്കെന്തോ TBയുടെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ ചെക്ക് ചെയ്തപ്പോൾ സംശയമുണ്ട്. രണ്ടാമത് നമ്മുടെ കഫൊക്കെ എടുത്തു. പിന്നെ ഒരു വിളിച്ചിട്ടൊന്നുമില്ല. ഇനി TB ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചുമയൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ഞാനത് അത് വീണ്ടും ഞാൻ പോയി. കാരണം അന്ന് ഇത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് എടുത്തു കഴിഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിളിക്കും, നിങ്ങൾ അറിയിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവർ വിളിച്ചിട്ടില്ല. നമ്മൾ പിന്നെ ചോദിക്കണമില്ല, കാരണം പിന്നെ ചുമയില്ല. അന്നത്തെ ഫസ്റ്റ് ചെക്ക് ചെയ്യണ സമയത്തുള്ള അത്ര ചുമയോ കഫക്കെട്ടോ ഇപ്പം ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഈ അനാസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയുള്ള അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യും. മുമ്പൊരു ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് കേടന്നിട്ടൊരു കൂട്ടിരിക്കാൻ പോയൊരു സ്ത്രീ അതിലേക്ക് വീണ് മരിച്ചൊരു സംഭവം തിരുവനന്തപുരത്തോ മറ്റോ ഉണ്ടായിരുന്നു. അനാസ്ഥകൾ ഇതിനൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യും. ഇതിനാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നികുതി പിരിക്കാനും സാലറി കൊടുക്കാനും മാത്രമല്ല. നമ്മുടെ സംസ്ഥാനത്തെ ഈ ഭരണത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നൊരു വിഭാഗത്തിൻ്റെ പേരാണ് സർക്കാർ. അത് കയ്യിൽ നിന്ന് പോയാൽ പോയി. ഇത് കാണുന്ന നാളെ ഈ ഉഷയ്ക്ക് പകരം നമ്മുടെ ഉമ്മയോ നമ്മളൊക്കെ ആവാം ഈ ഒരു കഥാപാത്രമായിട്ട് വരിക. എന്തായാലും ആ ഒരു സങ്കടത്തോടൊപ്പം നിൽക്കാതിരിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ റമദാൻ മാസത്തിലെ ഫസ്റ്റത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് എല്ലാവരും ദുആലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മുടെയൊക്കെ റമദാനിലെ നോമ്പ് അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ റമദാൻ മാസത്തിൽ പ്രധാനപ്പെട്ട വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണ്, ഒരു ആരാധനയാണ് തറാവീഹ് നമസ്കാരം. ഈ തറാവീഹ് നമസ്കാരം എത്ര റക്അത്താണ് എന്നുള്ളതാണ് ചോദ്യം. തറാവീഹ് നമസ്കാരം എത്ര റക്അത്താണ്? അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദിച്ചിരുന്നു, പകലിൽ ഒരാൾ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കി അഫ്തർതു, ഞാൻ നോമ്പ് തുറക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രാർത്ഥനാ വാചകം ചൊല്ലിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നു? ഒരിക്കലും നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയാനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വല്ല വസ്തുക്കൾ കഴിച്ചാലാണ്, ഉള്ളിലേക്ക് പോയാലാണ് നോമ്പ് മുറിയുക. ഒരാളങ്ങനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കി അഫ്തർതു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നോമ്പ് മുറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഒരു തറാവീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.